പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ഇലക്ട്രിസിറ്റി സംവിധാനം ഇല്ലാതിരുന്ന കാലത്ത് തെരുവീഥികളിൽ കൊള്ളക്കാരും കവർച്ചക്കാരും രാത്രിയാത്രക്കാർക്ക് വലിയ ഭീഷണിയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഫ്രാങ്ക്ലിൻ എന്ന യുവാവ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് മുമ്പിലുള്ള വഴിയരികിൽ ഒരു റാന്തൽ വിളക്ക് സ്ഥാപിക്കുവാനായിട്ട് തയ്യാറായി. രാത്രിയിൽ അതിലെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമായി മാറി. ആ പ്രദേശത്ത് വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന റാന്തൽ വിളക്ക് അവർക്ക് സുരക്ഷിതമായ ഒരു അനുഭവമായിരുന്നു. ഈ അനുഭവം മറ്റുള്ളവരെ മാതൃകയാക്കുവാനായിട്ട് തയ്യാറായി തെരുവോരങ്ങളിൽ അവരവരുടെ ഭവനങ്ങൾക്ക് മുമ്പിൽ റാന്തൽ വിളക്കുകൾ സ്ഥാപിക്കുവാനായിട്ട് പലരും തയ്യാറായി. സംഭവിച്ചത്, തെരുവീഥികൾ പ്രകാശമാനമായി, രാത്രിയാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം എന്നുള്ളതായ അവസ്ഥയുണ്ടായി. അങ്ങനെ ഫിലാഡൽഫിയ മുഴുവനും പ്രകാശമാനമായ അവസ്ഥ സംജാതമായി. ഈ സംരംഭത്തിന് ആരംഭം കുറിച്ച ഫ്രാങ്ക്ലിനാണ് പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റായി മാറിയ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. പ്രിയമുള്ളവരെയും, യേശു അസന്നിഗ്ധമായിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തലിനോടനുബന്ധിച്ച് യേശു തന്നെ പരിചയപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങൾ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ദൈവം സൃഷ്ടികർമ്മം നിർവഹിക്കുമ്പോൾ 1-ാം ദിവസം പ്രകാശമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് പ്രകാശം സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രകാശമാണ് ഇന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നിലനിൽപ്പ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പൊതുവെ ഒരു ധാരണ, സൂര്യനാണ് നമുക്ക് പ്രകാശം നൽകുന്നത് എന്നാണ്. എങ്ങനെയാണ് പ്രകാശം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം സൂര്യൻ ഉള്ളതുകൊണ്ടാണ്. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ
ഇരുളാകുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം ലഭിക്കുന്നു. എന്നാൽ സൃഷ്ടികർമ്മം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 4-ാം ദിവസമാണ് ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നത്. ആദ്യ ദിവസം പ്രകാശം സൃഷ്ടിക്കുന്നു. അപ്പോൾ സൂര്യനിൽ നിന്നല്ല പ്രകാശം ലഭിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ്. മറിച്ച് പ്രകാശം തന്നെയായ ദൈവം പ്രകാശത്തിൻ്റെ സൃഷ്ടിയിലൂടെ തൻ്റെ മറ്റ് സൃഷ്ടികളിലൂടെ അത് പ്രതിഫലിപ്പിക്കുവാനായിട്ട് തയ്യാറാകുകയായിരുന്നു. അങ്ങനെയാണ് സൂര്യനിൽ കൂടെ നമുക്ക് പ്രകാശം ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് തന്നെ. സൂര്യനിൽ നിന്ന് മാത്രമല്ല, മറ്റ് സൃഷ്ടികളിലും ഈ പ്രകാശത്തിൻ്റെ പ്രതിഫലനം സംഭവിക്കേണ്ട ഒരു വസ്തു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ പറയും നമുക്ക് കണ്ണുള്ളത് കൊണ്ടാണെന്ന് പറയും. എന്നാൽ കണ്ണുണ്ടെങ്കിലും പ്രകാശമില്ലാത്തപ്പോൾ വസ്തു നമുക്ക് ദൃശ്യമാകുകയില്ല. മറിച്ച് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് ആ വസ്തു ദൃശ്യമാകുന്നത്. അപ്പോൾ പ്രകാശമാണ് സൃഷ്ടിയുടെ പൊതുവായിട്ടുള്ളതായ മർമ്മം എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാമല്ലോ, സസ്യങ്ങൾ വളരുന്നത് പ്രകാശമുള്ളത് കൊണ്ടാണ്. സസ്യങ്ങൾ ആഹാരം സ്വീകരിക്കുന്നത് പ്രകാശത്തിലൂടെ, ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. സസ്യങ്ങൾ മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും ഈ പ്രകാശത്തിൻ്റെ അനുഭവം സ്വായത്തമാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവരാകും. സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന്. യേശു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എങ്കിൽ നമ്മളും ലോകത്തിൻ്റെ പ്രകാശമാകേണ്ടവരാണ്. താബോർ അനുഭവത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. താബോറിൽ പത്രോസും യാക്കോവും യോഹന്നാനും കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് മലയിൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം പ്രകാശിക്കുന്നത് അവർ കാണുകയാണ്. യേശുവിൻ്റെ മുഖത്തിൻ്റെ ആ പ്രകാശമാണ് അവരെ അവിടെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൂര്യൻ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് പോലെ ആ ദിവ്യപ്രകാശം നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും അവരുടെ അവസ്ഥ എന്താണെന്ന്. അവരുടെ മുഖം മ്ലാനമായി, അല്ലെങ്കിൽ അവരുടെ മുഖം കരുവാളിച്ച ഒരു അവസ്ഥയിലാണ് ധ്യാനത്തിലേക്ക്, പ്രത്യേകിച്ച് ബേസിക് ധ്യാനത്തിലേക്ക്, ആന്തരിക സൗഖ്യ ധ്യാനത്തിലേക്ക് 90% ആളുകൾ കടന്നു വരിക. എന്നാൽ ധ്യാനം അവർക്ക് അനുഭവമായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ കരുവാളിച്ച മുഖഭാവവുമായിട്ട് വരുന്നവർ പ്രസന്ന
വദനരായി തീരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതിസന്ധികളാണ് അവരെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത് എങ്കിൽ ധ്യാനം കഴിയുന്നതിലൂടെ പ്രതിസന്ധി മാറിത്തീരണമെന്നൊന്നുമില്ല. എന്നാൽ സംഭവിക്കുന്നത് ഒരു പ്രത്യാശ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ സംഭവിക്കുന്നതായ മാറ്റം പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ അവർ ആർജിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വെല്ലൂർ ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വന്നു. അവിടെ ചില വൈദ്യപരിശോധനകൾക്കിടയിൽ ഇടവേളകളിൽ ആശുപത്രി ചാപ്പലിൽ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ഇടയായി. പല ദിവസങ്ങളിലായി മണിക്കൂറുകളോളം ഞാൻ ആ ചാപ്പലിൽ കടന്നു ചെന്നപ്പോൾ ആരാധന നടക്കുന്ന സമയമല്ലെങ്കിൽ പോലും ആ ദേവാലയത്തിൽ ഇരിക്കാനിടമില്ലാത്തതുപോലെ ആളുകളാണ്. അവരെ കരങ്ങൾ കൂപ്പി കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ അവരുടെ വേദനകൾ സമർപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കണ്ണുനീര് തുടച്ച് പ്രസന്നവദനരായിട്ട് അവർ തിരിച്ചു പോകുന്നതായിട്ടും കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. വാസ്തവത്തിൽ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്നത് പോലെ ഒരനുഭവം അവർ സ്വയമായി ആ ആരാധനാലയത്തിൽ കണ്ടെത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് ഓരോ ആരാധനകളിലും പ്രാർത്ഥനകളിലും അനുഭവമാകേണ്ട ഒരു സത്യമാണ്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വേദനകൾ, നമ്മുടെ നൊമ്പരങ്ങൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ തിരുമുറിവുകളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായാൽ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം തമ്പുരാൻ അത് ഏറ്റെടുത്തു എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കണം. അത് മാത്രമല്ല, ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ ധ്യാനത്തിലൂടെ മാത്രമല്ല, ആരാധനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മളിൽ സംഭവിക്കേണ്ട ഒരു ദിവ്യാനുഭവമാണ്. ഇന്ന് നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ യാന്ത്രികമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം. നമ്മളൊരു ചടങ്ങ് നിവർത്തിക്കുവാനായിട്ട്, അതായത് ദേവാലയത്തിൽ വഴിപാടർപ്പിക്കുവാനായിട്ട് പോകുന്നു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. വഴിപാട് എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാരണ ഒരു ശൈലിയാണ്, എന്താ വഴിപാട് കഴിക്കുന്നത് പോലെ ചെയ്യുന്നത് എന്ന്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉഴപ്പി ചെയ്യുമ്പോൾ, ലാഘവത്തോടെ നിർവഹിക്കുമ്പോൾ അതൊരു വഴിപാട് കഴിക്കലാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് ദൈവാലയത്തിൽ നമ്മുടെ വഴിപാട് കഴിക്കലുകൾ, അതായത് ഗൗരവമില്ലാതെ ചെയ്യുന്ന ഈ ആരാധന രീതികൾ ഇന്ന് മാനവകുലത്തിന് അപകടമായി തീർന്നിരിക്കുകയാണ്.
നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും വചന ധ്യാനങ്ങളുമെല്ലാം ഗൗരവമായിട്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതൊക്കെ ഗൗരവം കൊടുക്കാതെ വരുന്നു എന്നുള്ളതാണിന്ന് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നൊക്കെ നമ്മൾ പാടുന്നെങ്കിലും ആ സൗഭാഗ്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് തമ്പുരാനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നതായ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്. അതിൻ്റെ ആശയം, ഒരു മനുഷ്യൻ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ 4 കാൽപാദങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ 2 കാൽപാദം കാൽപ്പാടുകൾ അദ്ദേഹത്തിൻ്റെതാണ്, മറ്റ് 2 കാൽപ്പാടുകൾ ദൈവത്തിൻ്റെതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ദൈവത്തോടു കൂടിയുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ യാത്ര അദ്ദേഹത്തിന് വലിയ അനുഭവമായിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം രോഗബാധിതനായി ക്ഷീണിതനായി ഈ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് 2 കാൽപ്പാടുകളാണ്. ഇദ്ദേഹം കടൽ തീരത്തൂടെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇത് തൻ്റെ കാൽപ്പാടുകളാണെന്ന്. അദ്ദേഹം തമ്പുരാനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ആരോഗ്യവാനായി സന്തോഷവാനായി ഈ കടൽ തീരത്തൂടെ ഉല്ലാത്തുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ക്ഷീണിതനായി അവശനായി രോഗാവസ്ഥയിൽ ഈ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ എൻ്റെ കാൽപ്പാടുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, നീ എവിടെ പോയി എന്ന് ചോദിക്കുക. അപ്പോൾ കർത്താവ് അവന് കൊടുത്ത മറുപടി, മകനെ, നീ സന്തോഷവാനായി ആരോഗ്യവാനായി നടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ നടന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നീ ക്ഷീണിതനായി അസ്വസ്ഥനായിട്ട് നടക്കുമ്പോൾ ഞാൻ നിന്നെ തോളിലേറ്റ് നടക്കുകയാണ്, നീ കാണുന്ന കാൽപ്പാടുകൾ നിൻ്റേതല്ല, അതെൻ്റേതാണ് എന്ന്. അപ്പോൾ നമുക്കറിയാം വചനം യേശുവാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, വചനം കാലുകൾക്ക് വിളക്കും ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന്. ഈ വചനമാകുന്ന യേശു നമ്മുടെ കാലുകൾക്ക് വിളക്കാണ്, നമ്മുടെ ഊടുവഴികൾക്ക് പ്രകാശമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ദിവസവും ആരംഭിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രിയിൽ വിരിയുന്നതായ പുഷ്പങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് വെള്ള നിറമായിരിക്കുമെന്ന് മാത്രമല്ല, അത് സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളായിരിക്കും. നിശാഗന്ധിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് ഈ വെണ്മയും ഈ സുഗന്ധവും എന്ന് ചോദിച്ചാൽ, അതിൻ്റെ പരാഗണം നിർവഹിക്കുന്നതിന്, ശലഭങ്ങളെ ആകർഷിക്കുന്നതിന് ഈ വെണ്മയും ഈ സുഗന്ധവും ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവ്യപ്രകാശം നമുക്ക് കരുത്തായിരിക്കണം. ഈ തൂവെണ്മ, ഈ സുഗന്ധം നമ്മിൽ നിന്ന് വമിക്കുവാനായിട്ട് സാധിക്കണം. ഈ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആ ദൈവാനുഭവം ലഭിച്ച് മടങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ
മറ്റുള്ളവരെ ദർശിക്കുന്നതായ ഈ ദിവ്യാനുഭവമാണ് മറ്റുള്ളവരെ ധ്യാനത്തിലേക്ക് പറഞ്ഞയക്കുവാൻ തക്കോണം പ്രേരകമാകുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ ചെറിയൊരു സെൻ്ററാണ്. 50 പേർക്ക് മാക്സിമം താമസിക്കുവാനുള്ള സൗകര്യമേ ഇവിടെയുള്ളൂ. ഇവിടുത്തെ ആ പരിമിതമായ ക്രമീകരണങ്ങളിൽ ഒരു 25 പേര് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ ധ്യാനങ്ങളിലും ആവറേജ് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ തമ്പുരാൻ ഇവിടെ കൂട്ടിവരുത്തുകയാണ്. ചെറിയൊരു സമൂഹമായതുകൊണ്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കിട്ടുന്നു. അതുപോലെ അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ വേദനകൾ, അല്ലെങ്കിൽ അനുഭവം വേദ്യമായ വിശുദ്ധ കുമ്പസാരം, ഇതൊക്കെ സുഗമമായിട്ട് നടക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ വരുന്നവരെല്ലാം തന്നെ വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവർക്ക് ലഭിക്കുന്നത് ഈ ദൈവിക പ്രകാശം മാത്രമാണ്. അതവരെ ഉദ്ദീപിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു. ഇവിടെ നിന്ന് കൊളുത്തി കൊടുക്കുന്നതായ ആ കൈത്തിരി, ഞാനാദ്യം പറഞ്ഞതുപോലെ ഫിലാഡൽഫിയയിൽ ഫ്രാങ്ക്ലിൻ കത്തിച്ചതായ ആ റാന്തൽ വിളക്ക് ആ ദേശം മുഴുവനും പ്രകാശമാനമാക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ മാതൃകയാക്കിയതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നത് പോലെ ഈ ദിവ്യപ്രകാശം നാം ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനുള്ള ദൗത്യം നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ റാന്തൽ വിളക്കുകളായിട്ട് മാറണം. എലിശുബയുടെ അടുക്കൽ മറിയാം ചെന്നപ്പോൾ അവർക്കുണ്ടായതായ ആ ദിവ്യാനുഭവം ഇന്ന് ദൈവമക്കള് പരസ്പരം കാണുവാൻ സാധിക്കുമ്പോൾ അനുഭവമാകുന്നുണ്ടോ എന്നുള്ളതൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. മറിച്ച് പുച്ഛത്തോടെ വെറുപ്പോടെ ആണ് ദർശിക്കുവാനായിട്ടിടയാകുന്നത് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നാം ദൈവാനുഭവത്തിലല്ല എന്നുള്ളത്. ഞാനിപ്പോഴും പറയാറുള്ളൊരു കാര്യം, വേറൊരാളിലൊരു കുറവുണ്ടെങ്കിൽ അയാളിലുള്ള കുറവുകളെ അല്ല നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്, മറിച്ച് അവരിലുള്ളതായ നന്മയെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ കുറവുകളെ പരിഹരിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ആർജിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് സാധിക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എന്താ? വചനം പറയുന്ന പോലെ നമ്മുടെ കണ്ണിൽ കോലിരിക്കെ അവരൻ്റെ കണ്ണിലെ കരട് ചകഞ്ഞ് നടക്കുകയാണ്. ഇതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. കർത്താവ് പറഞ്ഞില്ലേ, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന്. വാസ്തവത്തിൽ ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സന്ദേശമാണത്. മറ്റുള്ളവരുടെ കുറവുകളെ അന്വേഷിച്ച് നടക്കുവാൻ തക്കോണം, അതിനെ പെരുപ്പിച്ച് എന്താ പറയുക, ആ വ്യക്തികളെ അല്ല മറിച്ച് സഭകളെ പോലും താറടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അടുത്ത കാലത്തൊരു ചിന്ത ഞങ്ങളെ ഭരിക്കുവാനായിട്ടിടയായി. കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് വന്നവര് മുറവിളി കൂട്ടിയത്
പാപിനിയോടുള്ള വിദ്വേഷത്തെക്കാൾ ഉപരിയായി കർത്താവിനെ ഒന്ന് കുടുക്കുവാനായിട്ടായിരുന്നു. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായ സംഭവവികാസങ്ങൾ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ദൈവിക പ്രകാശത്തിലാണ് നാം ആയിരിക്കുന്നത് എങ്കിൽ ആ പ്രകാശത്തിൽ നിലനിൽക്കുവാനും, ആ പ്രകാശം, ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിച്ച് നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് പോലെ ഓരോ സൃഷ്ടിയും ഈ ദിവ്യപ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളോട് വാസ്തവമായും വ്യക്തിപരമായും ഇടപെട്ട നിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. നീ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ആ പ്രകാശം നിന്നിൽ നിന്ന് സ്വീകരിക്കുവാനും ആ പ്രകാശം സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ്റെ കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ തന്നെ. ആമീൻ.